Rani. Ba, Rani. Good girl, Rani. Come. Rani's a naughty girl. Ba, sab. Rani is not so comfortable with everyone. She has her likes and dislikes. She's still not familiar with us. She's suspicious. She's used to a lot of abuse, so she takes time to trust. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയാണ്. സുപർണ ബക്ഷി ഗാംഗുലി മാഡമാണ് ഈ സെൻറ്ററിൻ്റെ ട്രസ്റ്റിയും അതുപോലെ തന്നെ ഈ ആനകളുടെ അമ്മയും. മാഡം, എങ്ങനെയാണ് ഈ ഹൗ സ്റ്റാർട്ട് സെൻറ്റർ? The center actually started many years back. We have started looking after elephants from the year 2007-6. But those was one elephant or maybe 2 elephants, 3 elephants. Then first we were in a temporary private place. Then we were in Banarkhatta, where they also gave us 1 elephant to look after, the forest department. Then we appealed to the forest department to allocate some land, because the elephants are needing it. There is no place. They need a lot of special care. So the department, I think after many years, they decided to give us this land. Here they come only for retirement and for treatment. Beyond that, we do not force them to do anything. We have really protect them from visitors or from unnecessary handling, commanding, chains. Even at night, they are kept chain free. സെൻറ്ററിലാകെ 6 ആനകളാണുള്ളത്. ചമ്പ, ദുർഗ, ലക്ഷ്മി, ജാൻമണി, റാണി, ഗൗരി. ഇതിൽ ഓരോ ആനയ്ക്കും ഓരോ കഥയുണ്ട്. ചങ്ങലയ്ക്കുള്ളിൽ കടന്ന് ദുരിതമനുഭവിച്ച് രോഗാതുരമായിട്ട് ആണ് അവരിവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ അവർ ചങ്ങലകളില്ലാതെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ മലയാളിയാണ്, കൊച്ചി സ്വദേശിയാണ്. അദ്ദേഹം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലാണ്. സുബ്രഹ്മണ്യം ശാന്തകുമാർ. ഇദ്ദേഹം ഈ എലിഫൻറ്റ് കെയർ സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. വാസ്തവത്തിൽ ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ചങ്ങലയൊന്നും ഇല്ലാതെ ആനകളിങ്ങനെ നടക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ സെൻറ്ററിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫിലോസഫി എന്നുള്ളത്. എന്ന് വെച്ചാൽ നാച്ചുറൽ ലൈഫിന് എത്രത്തോളം അടുത്ത് നമുക്ക് നൽകാം എന്നുള്ളത് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ സെൻറ്റർ നമ്മൾ നടന്നത്. ഇപ്പം ഈ നോക്കിയാൽ റാണിയും ചമ്പയും നിങ്ങൾ കാണുന്നുണ്ട്. അത് ഈ ഇങ്ങനെ നടന്ന് തിന്നുക, വെള്ളം വേണമെന്ന് തോന്നുമ്പോൾ സ്വന്തമായിട്ട് പോയി വെള്ളം കുടിക്കാൻ പറ്റുക, അതൊന്നും ഒരു നാട്ടാനയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒരു കാട്ടാനയുടെ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ, കാട്ടാനകൾ ഒരു ദിവസത്തിൽ 16 മണിക്കൂറോളം നടന്നാണ് കഴിക്കുന്നത്. ഈ നടനം അവരുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, അതായത് ഈ ഡൈജസ്റ്റീവ് മൂവ്മെന്റിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണത്. ഇങ്ങനെ ഒരു ഫ്രീഡത്തിൽ അവർക്ക് ഇത് ഇപ്പോൾ ഒരു ഫോറസ്റ്റ് റിസർവ് ലാൻഡ് ആയതുകൊണ്ട് ഇഷ്ടമാതിരി പ്ലാന്റ്സും ട്രീസും കൊണ്ട് അവർക്കത് നൽകുന്നുണ്ട്. ഈ പതറ്റിക് സിറ്റുവേഷനിലാണ് പല ഈ ഏതാണ്ട് എല്ലാ ആനകളെയും ഇവിടെ കൊണ്ടുവരുന്നത് അല്ലേ? അതെ, ഇത് നമ്മൾ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വയോവൃദ്ധ എന്നുള്ളൊരു സീനിൽ എത്തി എത്രത്തോളം ചൂഷണപ്പെട്ട് കഴിഞ്ഞ് വയ്യാത്തൊരവസ്ഥയിൽ അവരെ റിട്ടയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അതുപോലും അങ്ങനത്തെ ഒരു ദയ പോലും നൽകാതെ
അവരെ വീണ്ടും ഭിക്ഷാടനത്തിനോ അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കും അങ്ങനത്തെ സാധനങ്ങൾക്കും കൊണ്ടുപോയി കൂടുതൽ പീഡനം സഹിക്കുന്ന ഒരു അവസ്ഥയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുപോലത്തെ അങ്ങനത്തെ ആനകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ ഇടപെട്ട് നമുക്ക് കൊണ്ടുവന്ന് ഈ സെന്ററിൽ കൊണ്ടുവന്ന് നൽകുകയാണ്. Gauri, Gauri, Janu, Janu come, Janu come, Gauri, Gauri, you're very happy. Gauri, you're eating what? Grass? They're very happy. They want to be in their own space. Otherwise, they're both very friendly. But now they are like wild elephants. These elephants all have chronic diseases. They have been very bad nutrition for many years, very bad keeping, housing condition, no veterinary care. So basically all of them are chronically sick. But here, their mental condition really improves. They get friends, they can bath when they want, they can walk where they want. And the whole objective of this center is to keep them as happy, as relaxed as possible. ഇതിലിപ്പോ നമ്മുടെ കൂടുതലുള്ള ആനകളെ നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ തന്നെ ഓരോരുത്തരും ഓരോ കൂട്ടായ്മകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനും വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ്. അതിൽ ഈ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന്റെ ഒരു ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്, ഇപ്പൊ അവരിവിടെ വരുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ തോന്നുമ്പോൾ ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ഇതില്ല അവർക്ക്. കാരണം അത്രയും കാലം കൊടുക്കുമ്പോൾ കഴിക്കുക, കൊടുക്കുമ്പോൾ കുടിക്കുക എന്നുള്ളൊരു അത് തന്നെ അവർക്ക് റീലേൺ ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവർ ഉറങ്ങുന്നത് ഒന്നും നിന്ന് നിപ്പിൽ കിടക്കുക അല്ലെങ്കിൽ നിന്ന് ഉറങ്ങുന്നത് ഒരു സൈക്കോളജിക്കലി കുറച്ച് കാം ആവുമ്പോഴാണ് അത് നടക്കുന്നത്. അത് ഇവിടെ വന്ന് അവർ ഒരുപക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്നത് ഇവിടെ. ശരിയാണ്. Her name is Rani, and she has come from North Karnataka, and she also was in a very pathetic condition of health. What's the name? Her name is Shakila, also known as Champa. She's from North Karnataka. She also had severe health conditions. The department decided to send her here for recovery and rest. She has chronic arthritis, so she also has a problem with her walking and her bending knees and all. The recovery becomes better. ഈ ഇപ്പുറത്ത് നിൽക്കുന്നത് ജാനുമണി, ഗോവന്ന് വന്നതാണ്. അപ്പുറത്ത് നിൽക്കുന്നത് ഗൗരി. ഗൗരി നമ്മുടെ അടുത്ത് എത്തുമ്പം ഇപ്പൊ കാണുന്ന ഗൗരി അല്ല നമ്മുടെ അടുത്ത് വരുമ്പം. ഗൗരിയാണ് നമ്മുടെ അടുത്ത് വരുന്ന രണ്ടാമത്തെ ആന. 2017-18 ആ കാലഘട്ടത്തിൽ വന്നാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഉരുണ്ട് ഓവർ വെയിറ്റ് ഒബീസ് ആയിട്ടുള്ള ഒരു ആനയായിരുന്നു. കാരണം ഈ ഗൗരി നിന്നിരുന്ന സ്ഥാപനത്തിൽ ഡയറ്റിന്റെ ഒരു കൺട്രോൾ ഇല്ല. നാട്ടുകാർ വന്ന് ഡയറി മിൽക്ക്, കൊക്കോകോള, ഫാൻറ്റ, ഇതൊക്കെ അവർക്ക് മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് ആക്ച്വലി ഷുഗർ ഹൈ, ഒരു ആനയെക്കുറിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഷുഗർ ഹൈ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റും പിന്നെ ഈ ഇപ്പോൾ ഉള്ള നാച്ചുറൽ ഫോറേജിങ്ങും എല്ലാം കൊണ്ട് ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ അതും കൊല്ലങ്ങൾ എടുത്തു ഈ അവസ്ഥയിലെത്താനായിട്ട്.
She is from the Malnad region of Karnataka, which is the coastal regions. She has only stayed with that one temple, but she damaged left foreleg and left eye. Is blind, left foreleg is damaged. She needed special treatment for her legs, soaking, massaging, laser therapy and all. It's chronic, it cannot repair again. So she spends time here, nicely grazing, doesn't mix with others. She's very close to Ganga. So after Ganga passed away, she went into a total depression. ഓർക്കാപ്പുറത്തൊരു മഴ പെയ്തു, മൊത്തം നനച്ചു കളഞ്ഞു. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് ഇവിടെയും മൺസൂണിൻ്റെ സമയം. ഇവിടെ അതായത് കണ്ടോ, റാണിയും ചമ്പയും മഴയെ ആസ്വദിച്ചുകൊണ്ട് മരത്തിനടി കയറി നിൽക്കുകയാണ്. ഇവിടെ ഒരു പാർട്ടി ഓടി പേടിച്ചുപോയി. നമ്മുടെ ഗൗരി പേടിച്ച് കൂട്ടിനകത്ത് കയറി വലിയ കരച്ചിലും ബഹളമാണ്. മഴ ഇടയ്ക്കൊക്കെ അല്ലേ വരുന്നുള്ളൂ. അവിടെ നമ്മുടെ സുവർണ മാഡം ഗൗരിയെ സാന്ത്വനിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രഭാതഭക്ഷണം എന്ന് പറയുന്ന ഈ വൈക്കോല് സമാനമായൊരു പുല്ലുണ്ട്. അതിനകത്ത് തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഇതുണ്ടോ, പഴം, പപ്പായ, പിന്നെ തണ്ണിമത്തൻ, ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറാണ്. ഇതിൽ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആണ് രാവിലെ കൊടുക്കുന്നത്. ഇതിന് കൃത്യമായൊരു അളവുണ്ട്. അത് തൂക്കി അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് 5 കിലോ ഫ്രൂട്ട്സ്, പിന്നെ 5 കിലോ വെജിറ്റബിൾസും ഒക്കെയാണ് കൊടുക്കുന്നത്. ഒരു ആനയ്ക്ക് 5 കിലോ വെച്ച് കൊടുക്കും. റാണി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ കുറിച്ചാണോ പറയുന്നത്? ഇപ്പൊ പുള്ളി പറയുന്നത് കേട്ടോ, പറയുന്ന സ്വരം തന്നെ നമ്മള് യൂസ്ഡ് ആയിട്ടുള്ളത് ഭയങ്കര ഗട്ടറൽ, ദേഷ്യത്തോടെ, ഭയങ്കര ഷാർപ്പായിട്ട് പറയുന്നത്. ഇവിടെ ആരും ഒരു ഷാർപ്പ് അല്ലെങ്കിൽ എല്ലാം ഒരു ലോ ഡെസിബലിലാണ് അവർ പറയുന്നത് കമാൻഡ്സ് ഒക്കെ. ഞാൻ കയ്യില് വടിയോ തോട്ടിയോ ഒന്നുമില്ല. അത് ഉപയോഗിക്കാറില്ല. ശരി, ചെളി ഇതിന്റെ ഈ പുറത്തിങ്ങനെ ഇരിക്കാൻ ഭയങ്കര, അതൊരു നാച്ചുറൽ ബിഹേവിയറിന്റെ ഭാഗം തന്നെയാണ്. അത് നമ്മുടെ നാട്ടാനകൾക്ക് ഒരിക്കലും കിട്ടാത്തൊരു സംഭവമാണ്. പിന്നെ ഇത് ഷവർ ചെയ്യുമ്പോഴേ, ശരിക്കും ഷവർ ചെയ്യുമ്പോൾ ഇതെങ്ങാ പോകുമ്പോഴും ഇത് ഭയങ്കര ഹാപ്പിയാണ്. അതൊരു എന്നുവെച്ചാൽ ഇപ്പൊ നമ്മള് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു പൂളും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അപ്പം ഷവർ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒന്ന്, അവർക്ക് ബോഡി ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞാൽ അവർ ഡസ്റ്റ് ബാത്ത് എടുക്കെങ്കിലും, കാട്ടാനകളാണെങ്കിലും അവര് വെള്ളത്തിലിറങ്ങി ബോഡി ഒന്ന് കൂൾ ചെയ്യുക, ക്ലീൻ ചെയ്യുക, അതെല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ അതിനും കൂടിയാണ് ഷവർ നമ്മൾ വെക്കുന്നത്. അവർക്ക് ഷവർ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. 4:30 ആകുമ്പോൾ ഈ കാട്ടീന്ന് ഇങ്ങോട്ടേക്ക് വരും ആനകളെല്ലാം കൂടെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നന്നായിട്ടൊരു കുളി പാസ്സാക്കും. ഷവറിലാണ് കുളി. അതിനുശേഷമാണ് വൈകിട്ടത്തെ ഭക്ഷണത്തിന് പോകുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഭയങ്കര രസകരമാണ് ഈ കാഴ്ചകൾ. They are very, very happy when their skin is moist, and they can put, like human beings put talcum powder, moisturizer, and all same. For them, mud and soil is the children of nature.
വൈകിട്ടത്തെ ഭക്ഷണം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ആനകൾക്ക്. It is boiled together rice, ragi, green gram powder, horse gram powder, and jaggery, salt, turmeric, pepper, and jeera. All these are mixed and boiled, and then cooled on the platform. And then this ration balls are made as per requirements for each elephant. It's quite nice. I taste once in a while to see how Okay. it's ടേസ്റ്റ് നോക്കാം. nice. It's nice. Huh. ലൈക്ക് റാഗി മുന്തെ. 5 kilos, 1 kilo each must be one ball. ഓക്കെ. So each elephant That's gets. That's all. It's just a supplement. ഓക്കെ. Their main diet is green grass. Okay. I would have liked a little sweet, but they're putting on weight. ഓ, So doctors have said sweet must be less, ഷുഗർ കൺട്രോൾ. sugar control. Okay. And we put spices. Okay. I think they like all this. They like spice. Our center started with Anisha. Our whole journey of giving a refuge to abused elephants started with her entry into the camp. Our beloved Anisha, born unknown, came to us May 19, 2015, passed on May 1st, 2024, dedicated to an elephant whose life enriched in spite of much suffering and pain. All humans and animals who came in touch with her sensitive and loving soul are I think. വളരെ ഹൃദയഭേദകമായ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ശവകുടീരം എന്ന് പറയുന്നത് അനീഷ എന്ന ആനയുടേതാണ്. ഇവിടെ ഏതാണ്ട് 9 വർഷം ഉണ്ടായിരുന്നു. ഈ അനീഷയുടെ കഥ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതിനൊരു കേരള ബന്ധമുണ്ട്. കേരളത്തിൽ തടി പിടിച്ചുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ കാലിന് പരിക്കേൽക്കുന്നു, പിന്നീട് തടി പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ തമിഴ്നാട്ടിലേക്ക് വയ്ക്കുന്നു. അങ്ങനെ കുറേ സ്റ്റേറ്റുകളിലൂടെ അലഞ്ഞ് വളരെ ദുരിതം അനുഭവിച്ച് രോഗാതുരമായിട്ട് സുവർണ മാഡത്തിൻ്റെ ഈ സെൻറ്ററിലേക്ക് വരികയാണ്. അങ്ങനെ 9 വർഷം വളരെ ഹാപ്പിയായി ജീവിച്ച് 3 മാസം മുമ്പ് അനീഷ വിട പറഞ്ഞു. Anisha was an iconic elephant of the trade, of the commercial trade, and of the illegal elephant activities that happen in our country. അനീഷയുടെ ശവകുടീരത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പുള്ളിക്കാരി ഇവിടെ എത്തുന്ന ഡേറ്റാണ് മെയ് 9, 2014. തൂത്തുക്കുടിയിൽ ഒരു ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആനയാണ് അനീഷ. മുന്നിലെ 2 കാലിൻ്റെയും മുട്ട് ഫ്യൂസായിട്ട് മര്യാദയ്ക്ക് നടക്കാൻ പറ്റാതെ മുതുക് മുഴുവനും വളഞ്ഞ് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടായിരുന്ന ഒരു ആന ഒരാൾ നമ്മളെ അറിയിച്ച് അങ്ങനെ 2 കൊല്ലം എടുത്ത് നമ്മൾ 2 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും കൂടെ അവരുടെ ആദ്യ 2 കൊല്ലം പുള്ളിക്കാരി ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് ഗൗരി എന്നുള്ള ആന എത്തി. അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്ത് നമ്മളത് കാണുകയാണ്. അത് ഡെയിലി എന്ന് വെച്ചാൽ ഇപ്പം അനീഷയ്ക്ക് വയ്യാണ്ടാവുമ്പം ഗൗരി എവിടെ ആണെങ്കിലും അവളുടെ അടുത്ത് വന്ന് ഇങ്ങനെ തൊട്ട് തലോടി അവിടെ അടുത്ത് കാണും. പിന്നീട് വന്ന് നമ്മൾ ഈ വലിയ ആനകൾ കൂടി അങ്ങനെ ഈ വലിയ സെൻറ്ററിലോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്ന ഈ ഇത്രയും ഏക്കർ സെൻറ്ററിലോട്ട് മാറിയപ്പം അനീഷയ്ക്ക് പ്രായമായി. അങ്ങനെ ഇച്ചിരി വയ്യാണ്ടായ സമയത്ത് അവിടെ കിടക്കുമ്പം തീരെ വയ്യാണ്ടാകുന്നതിന് മുമ്പ് ചെറിയ അസ്വസ്ഥതയൊക്കെ തുടങ്ങിയ സമയത്ത് അനീഷ ഒന്ന് വിശ്രമിക്കാനായിട്ട് കിടക്കുമ്പം ഗൗരി അവിടെ സൈഡിൽ കാണും. എപ്പോഴും കാവലായിട്ട് അവിടെ അവളുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. ഈ ആനയുടെ വേ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ തൂക്കം അറിയാനായിട്ടാണ്. എന്ന് വെച്ചാൽ ആ വെയിറ്റും നമുക്ക് അവരുടെ ഒരു സ്വാസ്ഥ്യത്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണല്ലോ, അതിനു വേണ്ടിയാണ്. ശരിക്കും ഒരു ആന എത്ര വെയിറ്റ് ഉണ്ടാവും? ഒരു ഏഷ്യൻ ഇത് പിടിയാനകളാകുമ്പോൾ ഏഷ്യൻ കൗ എലഫൻസിന് ഒരു 3.5 തൊട്ട് 4.5 3 തൊട്ട് ഒരു 4.5 ആവറേജ് ശരാശരി ടൺ വെയിറ്റ് വരുന്നത്. It's a feeling of huge gratitude to the Forest Department of Karnataka, and it's a lot of team satisfaction because this is such a huge work. One can't do this alone. WRRC is a very, very
successful story. Not only in Karnataka or South India, entire India, it is a very good success story. Rescue center is equipped with all the healthcare facilities, required premises facilities, and all the infrastructure it needed. So in that way, the center is very, very successful. ഇത് ചെയ്യുമ്പം നാട്ടാനകളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് മഹാകവി വൈലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകൻ എന്ന് പറയുന്നൊരു കവിതയുടെ അവസാനത്തെ 4 വരികളാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. അതിൽ ആ കവിതയിലെ ആന ചരിയുമ്പോൾ കവി എഴുതുകയാണ്, ആ ദ്യോവിനെ വിറപ്പിക്കും ആ വിളി കേട്ടോ മണികോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം, എങ്കിലും അതു ചെന്നു മാറ്റൊലി കൊണ്ടു പുത്രസങ്കടം സഹ്യാത്ത സഹ്യന്റെ ഹൃദയത്തിൽ. What is your biggest dream about this center? This is only 40 acres. These elephants are used to 400, walking from place to place. So whatever little we can do, we can do. My dream is that this place should become bigger and more elephants that need help can freely come here.